Hi friends, welcome back to our channel. 7th class Mathematics Annual Evaluation Question Paper ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല അത് 2018-19 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ എന്താ, കുറച്ച് ബബിൾസ് തന്നിട്ടുണ്ട് ABCD, ദെൻ അതിൻ്റെ അടിയിൽ EFGH എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബബിൾസ് കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഇൻ ദ സർക്കിൾസ് ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ ഇങ്ങനെ സർക്കിൾസിൽ കൊടുത്ത നമ്പർ റിലേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ദെൻ അതിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സർക്കിൾ മാച്ച് വിത്ത് ദ വാല്യൂ ഓഫ് A. അപ്പോൾ A എന്ന സർക്കിളിനോട് മാച്ച് ആവുന്നത് ഇതിലത്തെ ഏത് സർക്കിളാണ്? അപ്പോൾ A ഒന്ന് നോക്കി നോക്കാം. 2 × 2 × 2 2 × 2 4 ആണ്, 4 × 2 8 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 8 വരുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ എയുമായി മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണ്? H ആണ്, H. ദെൻ ഇനി രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സർക്കിൾ മാച്ച് വിത്ത് ദ വാല്യൂ ഓഫ് B. B എന്ന സർക്കിളിൻ്റെ വാല്യൂമായി മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണ്? അപ്പോൾ B എന്താ? 3/2 × 3/2 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 3 അതായത് 9 ആണ്. 9 × 3/2 അതായത് 9 × 9 9 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9² ആണ്. അപ്പോൾ ബിയുമായി മാച്ച് ചെയ്യുന്നത് ഏതാണ്? ഇതിൽ D ആണ്. അപ്പോൾ രണ്ടാമത്തെ ബിയുടെ ആൻസർ എന്താണ്? D. ഓക്കെ, ഇനി നെക്സ്റ്റ് C ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദീസ് സർക്കിൾസ് ആർ ഈക്വലൻറ്റ് ടു 4 ടൈംസ് ഓഫ് C. അപ്പോൾ സിയുടെ 4 ടൈംസുമായി ഈക്വൽ ആവുന്നത് ഇതിൽ ഏത് സർക്കിളാണ്? അതെന്താ പറയണത്? ദീസ് സർക്കിൾ ആർ ഈക്വലൻറ്റ് ടു 4 ടൈംസ് ഓഫ് C. സിയുടെ 4 ടൈംസ് അതായത് 4² ആണ്. അപ്പോൾ 16. അപ്പോൾ 16 × 4 ചെയ്താൽ എന്താ കിട്ടുക? 16 × 4 = 64. അപ്പോൾ F ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ അതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ D ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് F ഡിവൈഡഡ് ബൈ C. F സിയുമായി ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതായത് 64 ഡിവൈഡഡ് ബൈ 4². 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 64 ഡിവൈഡഡ് ബൈ 16 അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Then activity 2, supermarket. The investment and sale price of certain items are given below. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സെയിൽ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് 12,000, ട്രാൻസ്പോർട്ടിംഗ് ചാർജ് 200, സെയിൽ പ്രൈസ് എത്ര? 30,000. ദെൻ ടേബിൾ 6,800 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് ദ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജ് വിറ്റപ്പോൾ ഉണ്ടായ ലാഭം എത്രയാണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ? ഇൻവെസ്റ്റ്മെൻ്റ് ആയ 12,000 കൂടെ 200 കൂട്ടുക. അപ്പോൾ നമുക്ക് 12,200 എന്ന് കിട്ടും. ദെൻ ആ 12,200 13,000 നിന്ന് സെയിൽ പ്രൈസ് അത്രയാണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാഭം. എത്ര ലാഭമാണ്, എത്ര പ്രോഫിറ്റാണ് എന്ന് കിട്ടും. അപ്പോൾ അത് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 800 കിട്ടും. 800 രൂപയാണ് എന്തിൻ്റെ? ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ ഉണ്ടായ പ്രോഫിറ്റ്. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ദ സെയിൽ പ്രൈസ് ഓഫ് ദ വാഷിംഗ് മെഷീൻ. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? വാഷിംഗ് മെഷീൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പേ നമുക്ക് ആദ്യം പ്രോഫിറ്റ് എത്രയെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വാഷിംഗ് മെഷീൻ്റെ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 7,600 ആണ്. ട്രാൻസ്പോർട്ടിങ് 400 വന്നു. ദെൻ സെയിൽ പ്രൈസ് 8,400 ആണ്. അപ്പോൾ ലാഭം എത്ര കിട്ടിയിട്ടുണ്ടാവും? ഇൻവെസ്റ്റ്മെൻ്റ് ആയ 7,600 പ്ലസ് ട്രാൻസ്പോർട്ടിങ് ചാർജായ 400.
അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 7600 പ്ലസ് 400 ചെയ്താൽ നമുക്ക് 8000 കിട്ടും. എന്നിട്ട് അത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് 8400 എന്നത് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും 400 എന്നത്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഈ കിട്ടിയ പ്രോഫിറ്റിനെ 8000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. അതായത് 400 ഡിവൈഡഡ് ബൈ 8000 ഇൻറ്റു 100. സീറോസൊക്കെ ക്യാൻസൽ ചെയ്യുക. ദെൻ നമുക്ക് കിട്ടും എത്ര? 5% കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5%. ഇനി അടുത്ത് സി ക്വസ്റ്റ്യൻ നോക്കാം. സലീം took a loan of rupees 30,000 at a rate of 8% interest from Dhanalakshmi Bank for buying a fridge. അപ്പോൾ എന്താണ്? സലീം ഒരു ലോൺ എടുത്തു, 13,000 രൂപ, 8% ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഹി ഹാസ് ടു പേ ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞാൽ സലീം എത്ര രൂപ അടക്കണം? അപ്പോൾ ആദ്യം 2 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയെന്ന് കാണുക. എന്നിട്ട് ആ ഇൻട്രസ്റ്റിനെ ഈ 13,000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 13,000 ഇൻറ്റു 8/100 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2080 എന്ന് കിട്ടും. ദെൻ ആ 2080 ഇൻട്രസ്റ്റ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് തിരിച്ചടക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റും അടക്കണം, നേരത്തെ നമ്മളെടുത്ത എമൗണ്ടും അടയ്ക്കണം. അതായത് 13,000 പ്ലസ് 2080 സമം എത്ര കിട്ടും? 15,080, 50,080 rupees എന്ന് കിട്ടും. അപ്പോൾ അത്രയും റുപ്പീസ് 2 വർഷത്തിന് ശേഷം സലീം അടക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then activity 3 ആണ് algebraic form. Write the next line of the pattern. അപ്പോൾ ഈ പാറ്റേൺ നെക്സ്റ്റ് ലൈൻ എഴുതുക. അപ്പോൾ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ലൈൻ കിട്ടും. എന്താണ്? 4 × 4 + 1 = 17 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ? ഫൈൻഡ് ദ ആൻസർ ഓഫ് ദ 10th line without doing calculation. Explain the method used for finding the answer. അപ്പോൾ എന്താണ്? ഇതിൻ്റെ 10th ലൈൻ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ 1 വെച്ചിട്ട് സെക്കൻഡ് ലൈൻ 2, 3. അപ്പോൾ 10th ലൈൻ എന്ത് വരും? 10 × 10 + 1 = 10 × 10 100. 100 + 1 എത്രയാണ്? 101. അതായത് 101 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ? റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ എബവ് പാറ്റേൺ. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക. അപ്പോൾ നമ്മൾ 1നെ എന്ത് നമ്മളെടുത്തു? എക്സ് എന്നെടുത്തു. അതിന് അടുത്ത എന്താണ്? എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. എന്താണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്താണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 = x² + 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് ഗോബൂസ് പ്ലോട്ട്. ലുക്ക് അറ്റ് ദ ഫിഗർ ബിലോ. ഗോബൂസ് പ്ലോട്ട് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഹി പർച്ചേസ്ഡ് ദ നിയർ ബൈ സ്ക്വയർ പ്ലോട്ട് ഓൾസോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലോട്ട് ഹി ബ്രോഡ്. അപ്പോൾ ഈ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഹൈപ്പട്ന്യൂസ്, പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടും. ദെൻ ആ സൈഡിന് എന്താണ്? L × L ആണ്. അപ്പോൾ സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലോട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പട്ന്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈപ്പട്ന്യൂസ് h² എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 6² + 8² ആണ് h² എന്ന് പറയുന്നത്. 6² 36 ആണ്, 8² 64 ആണ്. അപ്പോൾ അത് ഇൻറ്റു ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഹൈപ്പട്ന്യൂസിൻ്റെ സ്ക്വയർ ആണ് 100. അങ്ങനെയാണെങ്കിൽ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. ദെൻ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ്. അതായത് 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ കിട്ടും. ദെൻ 100 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. Write the relation between the area of the square above the area of the squares drawn on the side of the triangle. Write the relation between the area of the square above the area of the square അതുപോലെ തന്നെ ഈ ട്രയാങ്കിളും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ.
എന്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട് എന്താണ് റിലേഷൻ ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഡ്രോൺ ഓൺ ദ ലാർജസ്റ്റ് സൈഡ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഡ്രോൺ ഓൺ ദ അതർ 2 സൈഡ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. Then activity 5, construct a rectangle. Find the measure of angle A and angle B. ആംഗിൾ എയും ആംഗിൾ ബിയും എത്രയായിരിക്കും തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ഒരു ആംഗിൾ 40 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ആണ്. ദെൻ 180 മൈനസ് 40 ചെയ്ത് നമുക്ക് 140 കിട്ടും. ദെൻ 140 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും കിട്ടും. 140 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 17 ആണ്. അപ്പോൾ 17 ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ട് അനദർ ട്രയാങ്കിൾ വിത്ത് ഈക്വൽ മെഷർ ഓൺ 3 ആംഗിൾസ്. റൈറ്റ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഡ്രോൺ. അപ്പോൾ അടുത്തത് വരയ്ക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂട്ടുകാരത് വരച്ച് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 6 for her children. Santa decided to give her salary to her children Ravi and Shinu in the ratio 3:2. If Ravi gets rupees 4,500, then find the amount Shinu gets. അപ്പോൾ എന്താണ് ശാന്തയ്ക്ക് കിട്ടിയ സാലറി മക്കൾക്ക് കൊടുക്കാനായി തീരുമാനിച്ചു. എന്നാൽ രവിക്ക് 3 രവിക്കും ഷിനുവിനും 3:2 എന്ന റേഷ്യോയിൽ കൊടുക്കാൻ. അങ്ങനെ രവിക്ക് 4,500 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷിനുവിന് കിട്ടിയ എമൗണ്ട് എത്ര? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. രവിയുടെയാണ് തന്നിട്ടുള്ളത് 4,500. അതായത് 3യുടെ റേഷ്യോ, അതായത് 3x ആണ് 4,500. അതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4,500 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1,500. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 1,500 ആണ്. ഇവിടെ ഷിനുവിന് കിട്ടിയിട്ടുള്ളത് 2ൻ്റെ റേഷ്യോയിലാണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ്, അതായത് 2 ഇൻറ്റു 1,500 സമയം എത്ര കിട്ടും? 3,000. അപ്പോൾ 3,000 റുപ്പീസാണ് ഷിനുവിന് കിട്ടിയിട്ടുണ്ടാവുക. ഹൗ മച്ച് സാലറി ഡസ് ശാന്ത ഗെറ്റ്? അപ്പോൾ ശാന്തയ്ക്ക് എത്ര സാലറി കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ എത്രയാണ് ഷിനുവിന് കിട്ടിയ 3,000 രൂപ പ്ലസ് രവിക്ക് കിട്ടിയ 4,500 രൂപ, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7,500 രൂപയാണ് ടോട്ടൽ ശാന്തയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 0, 5, 4, 5, 6, 7. ഓക്കെ, 7,500 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. The answer for the items in column A are given in the nearby vessels. Find out the correct answer and write it in the column B. എന്താണ് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, സിമ്പിൾസ് ആണ്. എന്നിട്ട് ആൻസർ ഈ ബോക്സിലുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ -2 + -3 ചെയ്ത് നമുക്ക് -5 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് -4 + -5 + 4 ചെയ്താൽ -1. ദെൻ -4 + 4 രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് 0 കിട്ടും. ദെൻ -5 - 4 ചെയ്താൽ -9 -8 -10 രണ്ടും കൂടി പ്ലസ് ആവും. -8 + 10 ആയിരിക്കും. അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then our last activity 8, donation. It was decided to buy flower plot to make a school garden. Each students can donate an amount they wish. The donation received from each class is represented using a bar diagram and displayed in the school notice board. Find the amount donated by students in each class. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഡൊണേറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ എന്താണ് എമൗണ്ട് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5Aക്കാർ എത്ര രൂപ ഡൊണേറ്റ് ചെയ്തു? 200 രൂപ. ദെൻ 5Bക്കാർ എത്ര രൂപ ഡൊണേറ്റ് ചെയ്തു? 250. 300ൻ്റെയും 200ൻ്റെയും ഇടയിൽ, അതായത് 250. ദെൻ 6Aക്കാർ എത്രയാണ്? 500. ദെൻ ഈ ബാർ ഡയഗ്രാമിൽ നിന്ന് സിമ്പിളായിട്ട് കിട്ടും. ദെൻ അടുത്തത് 6Bക്കാർ 300. ദെൻ 7Aക്കാർ എത്ര രൂപയാണ്? 400ൻ്റെയും 300ൻ്റെയും ഇടയിൽ, അതായത് 350. ദെൻ 7Bക്കാർ എത്ര രൂപയാണ്? 400 രൂപ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡ്രോ എ
pie diagram showing the amount students have donated. ഇത് പൈ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കൂട്ടുകാർ പൈ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.